നമസ്കാരം. ആനന്ദ് ഇന്റർനാഷണൽ ന്യൂസിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. യുകെയിൽ ടോറി പാർട്ടിയിൽ നിന്നുള്ള നേതാക്കളുടെ ചാട്ടം തലവേദനയാകുന്നു. ഭരണകക്ഷിയായ ലേബർ പാർട്ടിക്കും പ്രതിപക്ഷമായ കൺസർവേറ്റീവ് പാർട്ടിക്കും കടുത്ത വെല്ലുവിളി ഉയർത്തി റീഫോം യുകെ പാർട്ടിയിലേക്ക് ടോറി പാർട്ടിയിൽ നിന്നുള്ള നേതാക്കളുടെ ചാട്ടം തുടരുന്നു. ഏറ്റവും ഒടുവിലായി പാർട്ടി മാറിയത് സുവല്ല ബ്രാവൻമാൻ. ബ്രാവൻമാനെ നിഖിൽ ഫരാജ് സ്വന്തം പാർട്ടിയിൽ എത്തിച്ചത് നാടകീയമായി. കൺസർവേറ്റീവ് പാർട്ടിയിൽ നിന്നും റിഫോം യുകെയിലേക്ക് എത്തിയവരിൽ ആൻഡ്രൂ റോസിൻഡലും. യുകെയിൽ 1 മില്യണോളം വീടുകളുടെ പ്രതിമാസ മോർട്ട്ഗേജ് തിരച്ചിടവുകളിൽ വർധന അനുഭവപ്പെടാൻ കാരണം വില കുറഞ്ഞ ഫിക്സഡ് റേറ്റ് ഡീലുകൾ അവസാനിക്കുന്നതിനാൽ. ശരാശരി വിലയുള്ള വീടുകളുടെ പ്രതിമാസ തിരിച്ചടവിൽ 282 പൗണ്ടിന്റെ വർധന ഉണ്ടാകും. നിലവിലെ കൗൺസിൽ ടാക്സിന് പുറമെയാണ് ഈ വാർഷിക ചാർജ്. കുറഞ്ഞ വിലയുള്ള പ്രോപ്പർട്ടികളും സർചാർജിൽ പെടുമെന്ന് വാല്യുവേഷൻ ഓഫീസിന്റെ മുന്നറിയിപ്പ്. ബ്രിട്ടനിൽ പെൺഭ്രൂണഹത്യ നടത്തുന്ന ഇന്ത്യൻ വംശജരുടെ എണ്ണം ആശങ്കാജനകമായി ഉയരുന്നു. 2021 മുതൽ 2025 വരെയുള്ള കാലയളവിൽ നടന്നത് 100 കണക്കിന് പെൺഭ്രൂണഹത്യകൾ. ക്രൂരമായ ഈ പ്രവണതയ്ക്ക് പിന്നിൽ ആൺകുട്ടികളോടുള്ള സാമൂഹിക കുടുംബ സമ്മർദ്ദമെന്ന് വിദഗ്ധർ. 2 പെൺമക്കളുള്ള മാതാപിതാക്കൾ മൂന്നാമത്തെ പെൺകുഞ്ഞിനെ ഗർഭഛിദ്രം ചെയ്യുന്നതായും റിപ്പോർട്ട്. യുഎസിന്റെ വിമാനവാഹിനി കപ്പലും മറ്റു 3 യുദ്ധക്കപ്പലുകളും പശ്ചിമേഷ്യയിലെത്തി. പശ്ചിമേഷ്യയിലേക്കുള്ള യുഎസ് യുദ്ധക്കപ്പലുകളുടെ വരവ് യുഎസ് ഇറാൻ ബന്ധം അത്യന്തം വഷളായിരിക്കുന്ന പശ്ചാത്തലത്തിൽ പ്രാദേശിക സുരക്ഷയും സ്ഥിരതയും ഉറപ്പാക്കാനാണ് യുദ്ധക്കപ്പലുകളെ പ്രദേശത്ത് വിന്യസിച്ചിരിക്കുന്നതെന്ന് യുഎസ് സെൻട്രൽ കമാൻഡിന്റെ വിശദീകരണം. പ്രദേശത്തെ യുഎസ് സംഘാംഗങ്ങളുടെ എണ്ണം വർദ്ധിച്ചു. യുഎസിന്റെ സൈനിക പിന്തുണയില്ലാതെ യൂറോപ്പിന് സ്വന്തം നിലയ്ക്കുള്ള പ്രതിരോധം സാധ്യമല്ല എന്ന് നാറ്റോ. യൂറോപ്പിന് സ്വന്തം നിലയ്ക്കുള്ള പ്രതിരോധം തീർക്കാൻ ഇപ്പോൾ ചിലവഴിക്കുന്നതിന്റെ ഇരട്ടി തുക മുടക്കേണ്ടി വരുമെന്നും നാറ്റോ സെക്രട്ടറി ജനറൽ മാർക്ക് റൂട്ടെ. ഗ്രീൻലൻഡിനെ അമേരിക്കയോട് കൂട്ടിച്ചേർക്കുമെന്ന യുഎസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ ഭീഷണിക്ക് പിന്നാലെ നാറ്റോയ്ക്കുള്ളിൽ കടുത്ത ആശങ്കകൾ ഉയരുന്നു. മദർ ഓഫ് ഓൾ ഡീൽസ് വ്യാപാര കരാറിൽ ഒപ്പിട്ട് ഇന്ത്യയും യൂറോപ്യൻ യൂണിയനും. കരാർ എണ്ണവാതക മേഖലയ്ക്ക് വൻ നേട്ടമുണ്ടാക്കുമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ഇന്ത്യയും യൂറോപ്യൻ യൂണിയനും ലക്ഷ്യമിടുന്നത് പ്രതിരോധ രംഗത്ത് തന്ത്രപരമായ സഹകരണം. വിദേശ കാറുകളുടെ അടക്കം ഇറക്കുമതി തീരുവ കുറയും. കരാർ പ്രകാരം ഇന്ത്യക്ക് ലഭിക്കുന്നത് പുതിയ കമ്പോളങ്ങൾ. കോഴിക്കോട് സ്വദേശി ദീപക് ജീവനൊടുക്കിയതിൽ ആത്മഹത്യാ പ്രേരണ കുറ്റം ചുമത്തപ്പെട്ട് റിമാൻഡിൽ കഴിയുന്ന ഷിംജിത മുസ്തഫയുടെ ജാമ്യാപേക്ഷ തള്ളി. ജാമ്യാപേക്ഷ തള്ളിയത് കുന്ദമംഗലം 1ാം ക്ലാസ് മജിസ്ട്രേറ്റ് കോടതി. ജാമ്യം നിഷേധിച്ചത് ജാമ്യം നൽകിയാൽ പ്രതി സാക്ഷികളെ സ്വാധീനിക്കുമെന്ന് കാട്ടി. ഷിംജിത വീഡിയോ ചിത്രീകരിച്ച് പ്രചരിപ്പിച്ചതിൽ മനം നൊന്താണ് ദീപക് ജീവനൊടുക്കിയതെന്ന് പ്രോസിക്യൂഷൻ. ശബരിമല സ്വർണ്ണക്കൊള്ളക്കേസിൽ മുൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് PS പ്രശാന്തിനെ ചോദ്യം ചെയ്ത് SIT. മൊഴി രേഖപ്പെടുത്തിയത് ഈ മാസം 24-ന്. പ്രശാന്തിനെ ചോദ്യം ചെയ്യുന്നത് 2ാം തവണ. ശബരിമല സ്വർണ്ണക്കൊള്ളക്കേസിൽ ദേവസ്വം ബോർഡ് മുൻ പ്രസിഡന്റ് A പത്മകുമാറിന്റെ റിമാൻഡ് നീട്ടി. റിമാൻഡ് 90 ദിവസം പൂർത്തിയാകുന്നതോടെ സ്വാഭാവിക ജാമ്യത്തിന് അപേക്ഷ സമർപ്പിക്കാനുള്ള നീക്കവുമായി പ്രതിഭാഗം. വാർത്തകൾ വിശദമായി. യുകെയിൽ ഭരണകക്ഷിയായ ലേബർ പാർട്ടിക്കും പ്രതിപക്ഷമായ കൺസർവേറ്റീവ് പാർട്ടിക്കും കടുത്ത വെല്ലുവിളി ഉയർത്തുന്ന റീഫോം യുകെ പാർട്ടിയിലേക്ക് ടോറി പാർട്ടിയിൽ നിന്നുള്ള നേതാക്കളുടെ ചാട്ടം തുടരുന്നു. കൺസർവേറ്റീവ് പാർട്ടി നേതാവും മുൻ ഹോം സെക്രട്ടറിയുമായ സുവല്ല ബ്രാവൻമാനാണ് ഏറ്റവും ഒടുവിലായി ചാടിയത്. കടുത്ത ഇമിഗ്രേഷൻ വിരോധിയായ ബ്രാവൻമാനെ നിഖിൽ ഫാരേജ് നാടകീയമായാണ് സ്വന്തം പാർട്ടിയിൽ എത്തിച്ചത്. കൺസർവേറ്റീവ് പാർട്ടി മധ്യനിലപാടുകാരുടെ പിടിയിൽ അകപ്പെട്ട് കഴിഞ്ഞെന്നും കെമി ബാഡ്നോക്ക് തന്നെ ഒതുക്കിയെന്നും റീഫോം വേദിയിലെത്തിയ 45-കാരിയായ സുവല്ല പ്രതികരിച്ചു. പൊതുമുഖത്ത് കൺസർവേറ്റീവ് നിലപാടുകൾ എടുക്കുമ്പോൾ വലതുപക്ഷ അജണ്ട നടപ്പാക്കാൻ വാതിലുകൾക്കപ്പുറം ആരും പിന്തുണച്ചില്ല എന്നും ബ്രാവൻമാൻ കുറ്റപ്പെടുത്തി. കഴിഞ്ഞ ഏതാനും വർഷങ്ങളായി രാഷ്ട്രീയ അഭയമില്ലാത്ത അവസ്ഥയാണ് താൻ നേരിട്ടതെന്നും ബ്രാവൻമാൻ വെളിപ്പെടുത്തി. കൺസർവേറ്റീവുകൾ ഒരു സോഷ്യൽ ഡെമോക്രാറ്റ് ഇടത് ചായ്വുള്ള പാർട്ടിയായി മാറിയത് കൊണ്ടാണ് ഇത് സംഭവിച്ചതെന്നും അവർ കൂട്ടിച്ചേർത്തു. റോബർട്ട് ജെന്റിങ് റീഫോമിലേക്ക് ചാടി ഒരാഴ്ച പിന്നിടുമ്പോഴാണ് ബ്രാവൻമാന്റെ വരവ്. അതേസമയം ബ്രാവൻമാന് മാനസിക പ്രശ്നങ്ങൾ ഉണ്ടെന്നും സന്തോഷമില്ലാത്ത അവസ്ഥയാണെന്നും പ്രഖ്യാപിച്ച ശേഷം ഈ പ്രസ്താവന തിരുത്താൻ ടോറികൾ നിർബന്ധിതരായിരുന്നു. 25 വർഷക്കാലമായ റോംഫോളിൽ നിന്നുള്ള MPയും ഷാഡോ മന്ത്രിയുമായ ആൻഡ്രൂ റോസിൻഡലും കൺസർവേറ്റീവ് പാർട്ടിയിൽ നിന്ന് റീഫോം യുകെയിലേക്ക് എത്തി. ഷാഗോസ് ദ്വീപ് സമൂഹങ്ങളുടെ കൈമാറ്റവുമായി ബന്ധപ്പെട്ട വിഷയത്തിലെ പാർട്ടി നിലപാടാണ് പാർട്ടി മാറാൻ ഇടയാക്കിയതെന്നും അദ്ദേഹം പറഞ്ഞു. മുൻ ചാൻസലർ നദീം സഹാബിയും റീഫോമിൽ എത്തിയിരുന്നു. യുകെയിൽ ഈ വർഷം 1 മില്യണോളം വീടുകളുടെ പ്രതിമാസ മോർട്ട്ഗേജ് തിരിച്ചടവുകളിൽ വർധന അനുഭവപ്പെടും. വില കുറഞ്ഞ ഫിക്സഡ് റേറ്റ് ഡീലുകൾ അവസാനിക്കുന്നതാണ് ഇതിലേക്ക് നയിക്കുന്നതെന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. 2021 9,71,105 5 വർഷ ഫിക്സഡ് മോർട്ട്ഗേജ് ഡീലുകളാണ് എടുത്തിരുന്നത്. ഇതിന്റെ പലിശ നിരക്കുകൾ കേവലം 0.91% വരെ താഴ്ന്നതുമായിരുന്നു. എന്നാൽ റീമോർട്ട്ഗേജ് ചെയ്യേണ്ട സമയം വരുന്നതോടെ ഇപ്പോൾ പലിശ നിരക്കുകൾ 3.51% വരെയാണ് നിലനിൽക്കുന്നത്. ഇത് പ്രകാരം ശരാശരി വിലയുള്ള വീടുകളുടെ പ്രതിമാസ തിരിച്ചടവിൽ 282 പൗണ്ടിന്റെ വർധന നേരിടും. നിലവിൽ 5 വർഷത്തെ റീമോർട്ട്ഗേജിൽ ഏറ്റവും കുറഞ്ഞ ഓഫർ നൽകുന്നത് ബാർക്ലേസ് ആണ്, 3.76%. 2 ലക്ഷം പൗണ്ടിന്റെ 25 വർഷം കൊണ്ട് അടയ്ക്കുന്ന മോർട്ട്ഗേജ് 0.94% ലഭിച്ചാൽ പ്രതിമാസ അളവ് 748 പൗണ്ടാണ്. എന്നാൽ റീമോർട്ട്ഗേജ് ചെയ്യുമ്പോൾ നിലവിലെ നിരക്കിൽ 1030 പൗണ്ടെങ്കിലും എത്തും.
റീമോർഗേജ് ചെയ്യുന്നവർ സാധ്യമായ മികച്ച ഡീൽ നേടാൻ ശ്രമിക്കുക എന്നത് പ്രതിമാസ തിരിച്ചടവ് കുതിച്ചാടുമ്പോഴും വലിയ പരിക്കുകൾ ഒഴിവാക്കാൻ നല്ലതാണ്. സ്റ്റാൻഡേർഡ് വേരിയബിൾ റേറ്റിൽ തലവെച്ച് കൊടുക്കരുതെന്നാണ് മോർഗേജ് വിദഗ്ധരുടെ ഉപദേശം. നിലവിലെ ബാങ്കോ ബിൽഡിംഗ് സൊസൈറ്റിയോ ലാഭകരമായ നിരക്ക് ഓഫർ ചെയ്യുന്നില്ല എങ്കിൽ റീമോർഗേജ് ചെയ്യുമ്പോൾ ലാഭകരമായ മറ്റൊരു ഡീൽ തിരഞ്ഞെടുക്കാനുള്ള സ്വാതന്ത്ര്യമുണ്ട്. കയ്യിൽ സേവിങ്സ് ഉണ്ടെങ്കിൽ ഇത് ഉപയോഗിച്ച് പ്രതിമാസ തിരിച്ചടവ് കുറയ്ക്കാനും കഴിയും. അതല്ലെങ്കിൽ റീമോർഗേജ് കാലാവധി നീട്ടിയെടുത്തും ഇത് നേടാം. എന്നാൽ പ്രതിമാസ തിരിച്ചടവ് കുറയുമെങ്കിലും മൊത്തത്തിൽ നൽകുന്ന തുക വർദ്ധിപ്പിക്കാൻ ഇത് ഇടയാക്കും. അതിനിടെ 1.5 മില്യൺ പൗണ്ട് മൂല്യമുള്ള കുടുംബ വീടുകളും മാൻഷൻ ടാക്സ് വേട്ടയിൽപ്പെടുമെന്ന് പ്രോപ്പർട്ടി ഉടമകൾക്ക് മുന്നറിയിപ്പുണ്ട്. നവംബറിലെ ബജറ്റിൽ 2 മില്യൺ പൗണ്ടിന് മുകളിൽ വരെയുള്ള ഉയർന്ന മൂല്യമുള്ള കൗൺസിൽ ടാക്സ് സർചാർജാണ് ചാൻസലർ പ്രഖ്യാപിച്ചത്. 2028 ഏപ്രിൽ മുതൽ നിലവിൽ വരും. നിലവിലെ കൗൺസിൽ ടാക്സിന് പുറമെയാണ് ഈ വാർഷിക ചാർജ്. പ്രോപ്പർട്ടിയുടെ മൂല്യം അടിസ്ഥാനമാക്കി ഇത് വർദ്ധിക്കുകയും ചെയ്യും. 2 മില്യണിൽ കൂടുതൽ വിലയുള്ള പ്രോപ്പർട്ടികൾക്ക് പ്രതിവർഷം 2500 പൗണ്ട് മുതൽ തുടങ്ങുന്ന 4 പ്രൈസ് ബാൻഡുകളാണ് ഉണ്ടാവുക. 5 മില്യണിലേറെയാണ് വീട് വിലയെങ്കിൽ ഇത് 7500 പൗണ്ടായി ഉയരും. പുതിയ നികുതി ലണ്ടൻ സൗത്ത് ഈസ്റ്റ് മേഖലയിലുള്ളവരെയാണ് സാരമായി ബാധിക്കുക. ഇവിടങ്ങളിൽ പ്രോപ്പർട്ടി വില കൂടുതലാണ് എന്നതാണ് കാരണം. എന്നാൽ ഇതിൽ കുറഞ്ഞ വിലയുള്ള പ്രോപ്പർട്ടികളും സർചാർജിൽ പെടുമെന്ന് വാല്യുവേഷൻ ഓഫീസ് മുന്നറിയിപ്പിൽ പറയുന്നു. ബ്രിട്ടനിൽ പെൺ ഭ്രൂണഹത്യ നടത്തുന്ന ഇന്ത്യൻ വംശജരുടെ എണ്ണം ആശങ്കാജനകമായി ഉയരുന്നതായി ഡെയിലി മെയിൽ നടത്തിയ അന്വേഷണത്തിൽ വെളിപ്പെട്ടു. 2021 മുതൽ 2025 വരെയുള്ള കാലയളവിൽ 100 കണക്കിന് പെൺ ഭ്രൂണഹത്യകൾ നടന്നതായി റിപ്പോർട്ട് വ്യക്തമാക്കുന്നു. വിദഗ്ധർ ചൂണ്ടിക്കാട്ടുന്ന അനുസരിച്ച് ആൺകുട്ടികളോടുള്ള സാമൂഹ്യ കുടുംബ സമ്മർദ്ദമാണ് ഈ ക്രൂര പ്രവണതയ്ക്ക് പിന്നിൽ. 2021-25 കാലയളവിൽ ഇന്ത്യൻ അമ്മമാർക്ക് ജനിച്ച കുട്ടികളുടെ അനുപാതം 100 പെൺകുട്ടികൾക്ക് 118 ആൺകുട്ടികളാണ്. ബ്രിട്ടനിലെ ദേശീയ ശരാശരി 105:100 ആയതിനാൽ ഇന്ത്യൻ വംശജരിൽ രേഖപ്പെടുത്തിയിരിക്കുന്ന ഈ കണക്കുകൾ സാധാരണ നിലയേക്കാൾ വളരെ കൂടുതലാണെന്ന് വിദഗ്ധർ മുന്നറിയിപ്പ് നൽകുന്നു. 2021-22 മൂന്നാമത്തെ കുഞ്ഞിന്റെ ജനനാനുപാതം 114:100 ആയിരുന്നപ്പോൾ 2022-23 അത് 109:100 ആയി കുറഞ്ഞു. എന്നാൽ 2023-24 വീണ്ടും 118:100 എന്ന നിലയിലേക്ക് ഉയർന്നതും 2024-25 അതേ നില തുടരുന്നതുമാണ് റിപ്പോർട്ടിൽ പറയുന്നത്. ഗാർഹിക പീഡനത്തിനെതിരായ സംഘടനയായ ജീന ഇന്റർനാഷണലിന്റെ സ്ഥാപക റാണി ബിൽക്കു വ്യക്തമാക്കുന്നതനുസരിച്ച് സ്ത്രീകൾക്ക് കുടുംബത്തിലും സമൂഹത്തിലും വില ലഭിക്കാൻ ആൺകുട്ടി ജനിപ്പിക്കണമെന്ന സമ്മർദ്ദം വർദ്ധിച്ചു വരികയാണ്. പ്രത്യേകിച്ച് 2 പെൺമക്കളുള്ള മാതാപിതാക്കൾ മൂന്നാമത്തെ പെൺകുഞ്ഞിനെ ഗർഭചിത്രം ചെയ്യുന്നതായും റിപ്പോർട്ട് വെളിപ്പെടുത്തുന്നു. UK ആരോഗ്യ മന്ത്രാലയത്തിന്റെ കണക്കുകൾ പ്രകാരം 2017-21 കാലയളവിൽ ഇന്ത്യക്കാരുടെ മൂന്നാമത്തെ കുഞ്ഞിന്റെ ശരാശരി ജനനാനുപാതം 113:100 ആയിരുന്നു. ഇത് ഏകദേശം 400 പെൺഭ്രൂണഹത്യകൾക്ക് തുല്യമാണ് എന്ന് പഠനം വ്യക്തമാക്കുന്നു. ഇംഗ്ലണ്ട്, വെയിൽസ്, സ്കോട്ട്ലൻഡ് എന്നിവിടങ്ങളിൽ ലിംഗഭേദം ഗർഭചിത്രത്തിന് നിയമപരമായ കാരണമല്ല എന്ന് ആരോഗ്യവകുപ്പിന്റെ മാർഗനിർദ്ദേശത്തിൽ വ്യക്തമാക്കിയിട്ടുണ്ട്. 1967 ഗർഭചിത്ര നിയമപ്രകാരം കുഞ്ഞിന് ഗുരുതര അപകട സാധ്യത ഉണ്ടെന്നും ഗർഭം 24 ആഴ്ച പിന്നിട്ടിട്ടില്ലെന്നും തെളിയിച്ചാൽ മാത്രമേ 2 രജിസ്റ്റർ ചെയ്ത ഡോക്ടർമാർക്ക് ഗർഭചിത്രം നടത്താൻ കഴിയൂ. ഇന്ത്യൻ രൂപയ്ക്ക് മേൽ ബ്രിട്ടീഷ് നാണയം പൗണ്ട് കരുത്തുകാട്ടുന്നത് തുടർക്കഥയാകുമ്പോൾ പുതുവർഷ സമ്മാനം എന്ന പോലെ UK മലയാളികൾക്ക് 1 പൗണ്ട് നൽകിയാൽ കയ്യിൽ കിട്ടുന്നത് 125 രൂപ. നാട്ടിൽ ലോണുകളും കടബാധ്യതകളും ഒക്കെ ഉള്ളവർക്ക് അല്പം വേഗത്തിൽ വേണമെങ്കിൽ കടമൊക്കെ അടച്ചു തീർക്കാൻ പറ്റിയ നാളുകളാണ് ഇപ്പോൾ മുന്നിലുള്ളത്. അതേസമയം നാട്ടിൽ വസ്തുക്കളും മറ്റും വിറ്റുകിട്ടുന്ന പണവും LIC അടക്കമുള്ള നിക്ഷേപ പദ്ധതികളിൽ നിന്ന് ലഭിച്ച പണവും ഒക്കെ UK-യിലേക്ക് എത്തിക്കുമ്പോൾ കുറഞ്ഞ തോതിൽ മാത്രമേ പൗണ്ട് കയ്യിലെത്തൂ എന്ന് ചുരുക്കം. 1 ലക്ഷം രൂപ നൽകിയാൽ 1000 പൗണ്ട് കിട്ടുമായിരുന്ന കാലത്ത് നിന്നും ഇപ്പോൾ 1.25 ലക്ഷം രൂപ നൽകിയാൽ മാത്രമേ 1000 പൗണ്ട് കയ്യിൽ കിട്ടൂ എന്നർത്ഥം. ഇത്തരത്തിൽ ഇരുഭാഗത്തും ലാഭവും നഷ്ടവുമുള്ള കണക്കുകളാണ് വിനിമയ ലോകമെന്നും സമ്മാനിക്കുന്നത്. ആഗോള സാമ്പത്തിക രാഷ്ട്രീയ സാഹചര്യങ്ങളിൽ ഡോളർ മൂല്യം കുറയുന്നതും പൗണ്ടിന് മേൽക്കൈ നേടാൻ സഹായകരമാവുകയാണ്. ബ്രിട്ടീഷ് സമ്പദ് വ്യവസ്ഥ നിക്ഷേപത്തിന് അനുയോജ്യമാണെന്ന വിലയിരുത്തലും ബ്രിട്ടന്റെ കടമെടുപ്പ് കുറയുന്നതും ഒക്കെ പൗണ്ടിന് കരുത്ത് പകരുന്ന ഘടകങ്ങളാണ്. ഇന്ത്യൻ ഭാഗത്ത് സ്വർണവും പെട്രോളിയവും കൂടുതലായി ഇറക്കുമതി ചെയ്യാൻ ചിലവാക്കുന്ന തുകയ്ക്ക് പകരമായി ഡോളർ വാങ്ങിക്കൂട്ടേണ്ടി വരുന്നതും രൂപയെ ക്ഷീണിപ്പിക്കുന്ന പ്രധാന കാരണമായി മാറുന്നു. ഇന്ത്യയിൽ അടുത്ത കാലത്തായി നാണയപ്പെരുപ്പം ഉയർന്നു നിൽക്കുന്നതിനാൽ വിലക്കയറ്റം കൂടിയതും ജനങ്ങൾ കൂടുതൽ പണം ജീവിത സൗകര്യങ്ങൾക്കായി ചെലവഴിക്കേണ്ടി വരുന്നതും രൂപയ്ക്ക് വിലയിടിവ് സമ്മാനിക്കാൻ കാരണമായി മാറുമെന്നാണ് വിലയിരുത്തപ്പെടുന്നത്. കഴിഞ്ഞ കുറച്ചു കാലമായുള്ള പൗണ്ടിന്റെ പ്രകടനം നോക്കിയാൽ രൂപയ്ക്കെതിരെ അതിവേഗ വളർച്ചയാണ് സംഭവിച്ചിരിക്കുന്നത് എന്ന് വ്യക്തമാകും. അടുത്ത കാലത്ത് പൗണ്ട് രൂപയ്ക്കെതിരെ ഏറ്റവും ക്ഷീണം നേരിട്ടത് 2022 സെപ്റ്റംബറിലാണ്. അന്ന് 1 പൗണ്ട് നൽകിയാൽ വെറും 87 രൂപയാണ് ലഭിച്ചിരുന്നത്. തുടർന്ന് ആ വർഷം ഡിസംബറിൽ തന്നെ പൗണ്ട് രൂപയ്ക്കെതിരെ 100 കടന്ന് കരുത്തിന്റെ പ്രയാണം ആരംഭിച്ചു. സത്യത്തിൽ പിന്നീട് ഇന്നേ വരെ പൗണ്ടിനെ തിരിഞ്ഞു നോക്കേണ്ടി വന്നിട്ടില്ല എന്നതാണ് യാഥാർത്ഥ്യം. പുതിയ മലയാളി കുടിയേറ്റക്കാർ കൂടുതലായി എത്തി തുടങ്ങിയ 2022 ശേഷം തന്നെയാണ് പൗണ്ട് വമ്പൻ കുതിപ്പ് നടത്താൻ തയ്യാറായത് എന്നതും ശ്രദ്ധേയമാണ്. 2024 സെപ്റ്റംബറിൽ 111 രൂപയിലേക്ക് 1 പൗണ്ട് മികച്ച പ്രകടനം ആവർത്തിച്ചപ്പോൾ 120 രൂപയായി പൗണ്ട് ഉയർന്നത് ഇക്കഴിഞ്ഞ ഡിസംബറിലാണ്. ഇപ്പോൾ കേവലം 1 മാസം കൂടി പിന്നിടുമ്പോൾ 1 പൗണ്ടിന്റെ 5 രൂപയുടെ വലിയ വ്യത്യാസമാണ് പ്രകടമാകുന്നത്. അധികം വൈകാതെ പൗണ്ട് വില വീണ്ടും ഉയർന്ന് 127 രൂപയിലേക്ക് എത്തുമെന്നും പറയപ്പെടുന്നു. കഴിഞ്ഞ 1 വർഷത്തിനിടയിൽ പൗണ്ട് രൂപയ്ക്കെതിരെ 16% വളർച്ചയാണ് സ്വന്തമാക്കിയതെന്നതും നേട്ടത്തിന്റെ മാറ്റുകൂട്ടുന്ന ഘടകമാണ്. ഇന്ദ്രന് കൊടുങ്കാറ്റിന്റെ തീവ്രത കുറഞ്ഞതിനു പിന്നാലെ UK-യിൽ കാലാവസ്ഥാ ദുരിതം സമ്മാനിക്കാൻ ചന്ദ്ര കൊടുങ്കാറ്റ്. ചന്ദ്ര കൊടുങ്കാറ്റിന്റെ വരവോടെ കൂടുതൽ ശക്തമായ മഴയും മഞ്ഞും കാറ്റുമാണ് നേരിടേണ്ടി വരിക. 120 മേഖലകളിൽ വെള്ളപ്പൊക്ക മുന്നറിയിപ്പ് ഉൾപ്പെടെ നൽകിയിട്ടുണ്ട്.
3.1 ഇഞ്ച് മഴയ്ക്കുള്ള മഞ്ഞ ആംബർ മുന്നറിയിപ്പുകളും 8 ഇഞ്ച് മഞ്ഞിനും 80 മൈൽ വേഗമുള്ള കാറ്റിനുമുള്ള മുന്നറിയിപ്പുകളാണ് മെറ്റ് ഓഫീസ് പ്രഖ്യാപിച്ചിരിക്കുന്നത്. ഇന്നലെ വൈകുന്നേരത്തോടെ തന്നെ സൗത്ത് വെസ്റ്റ് ഇംഗ്ലണ്ടിൽ 35 മണിക്കൂർ ദൈർഘ്യമുള്ള കൊടുങ്കാറ്റ് വീശി തുടങ്ങി. യുകെയിലെ മറ്റു ഭാഗങ്ങളിലേക്ക് വ്യാപിച്ചു വരികയാണ്. പെന്നൻസ്, സ്കോട്ടിഷ് മലനിരകൾ പോലുള്ള ഉയർന്ന പ്രദേശങ്ങളിലാണ് മഞ്ഞ് പ്രതീക്ഷിക്കുന്നത്. അതേസമയം സൗത്ത് വെസ്റ്റിലും വെയിൽസിലും അതിശക്തമായ കാറ്റിന് സാധ്യതയുണ്ട്. നോർത്തേൺ ഇംഗ്ലണ്ടിൽ വെള്ളിയാഴ്ച വരെയാണ് UK ഹെൽത്ത് സെക്യൂരിറ്റി ഏജൻസി തണുപ്പിനുള്ള ആരോഗ്യ മുന്നറിയിപ്പുകൾ പുറപ്പെടുവിച്ചിരിക്കുന്നത്. വെള്ളപ്പൊക്കത്തിന് സാധ്യതയുള്ളതിനാൽ പല റോഡുകളും അപകടാവസ്ഥയിലാകും. അതിനാൽ വെള്ളത്തിന് ആഴമില്ല എന്ന് ഉറപ്പാക്കിയ ശേഷം മാത്രം വാഹനം ഇറക്കാനാണ് RC മുന്നറിയിപ്പ്. നോർത്തേൺ അയർലൻഡിലെ കിഴക്കൻ തീരങ്ങളിൽ രാത്രി 9 വരെ ആംബർ മുന്നറിയിപ്പും നോർത്തേൺ അയർലൻഡിൽ മഴയ്ക്കും കാറ്റിനുമുള്ള മഞ്ഞ മുന്നറിയിപ്പുമാണ് പുറപ്പെടുവിച്ചിരിക്കുന്നത്. ഗുരുതര കുറ്റകൃത്യം നടന്നാൽ 15 മിനിറ്റിനുള്ളിൽ പോലീസ് സ്ഥലത്ത് എത്തിച്ചേരണമെന്ന് ഹോം സെക്രട്ടറി. 18 മില്യൺ പൗണ്ട് ചെലവിട്ടുള്ള പരിഷ്കാരങ്ങളിലാണ് പുതിയ നിബന്ധനകളും വരുന്നത്. കാലങ്ങൾ നീണ്ട പോലീസ് സേവനങ്ങളിൽ പുതിയ പരിഷ്കാരങ്ങൾ കൊണ്ടുവരികയാണ് ഹോം സെക്രട്ടറി ഷബാന മഹ്മൂദ്. കുറ്റകൃത്യങ്ങളിൽ അടുത്ത നിമിഷം നടപടിയെടുക്കുന്നതാണ് പ്രധാനം. ഇംഗ്ലണ്ടിലും വെയിൽസിലും 999 കോൾ ലഭിച്ചാൽ 15 മിനിറ്റിലും പ്രാദേശിക മേഖലയിൽ 20 മിനിറ്റിലും എത്തണം. 999 കോളുകൾക്ക് 10 സെക്കൻഡിൽ മറുപടി നൽകണം. വേണ്ടത്ര മികച്ച സേവനം നൽകാൻ സാധിച്ചില്ല എങ്കിൽ നടപടിയുണ്ടാകും. വിദഗ്ധരെ നിയോഗിച്ച് സേവനം മെച്ചമാക്കാൻ നടപടിയുണ്ടാകും. ഗാർഹിക പീഡനം ഉൾപ്പെടെ മണിക്കൂറിൽ കുറ്റകൃത്യങ്ങളുടെ എണ്ണമേറുമ്പോൾ പോലീസിന്റെ ജാഗ്രത അനിവാര്യമാണ്. ക്രിമിനലുകൾക്കെതിരെ ശക്തമായ നടപടി വേണം. സുരക്ഷിത ജീവിതം ഉറപ്പാക്കാൻ പോലീസ് സേവനം മെച്ചപ്പെടുത്തേണ്ടതുണ്ട് എന്നും ഹോം സെക്രട്ടറി പറഞ്ഞു. US-ന്റെ വിമാനവാഹിനി കപ്പൽ USS എബ്രഹാം ലിങ്കൺ പശ്ചിമേഷ്യയിൽ പ്രവേശിപ്പിച്ചു. മറ്റു 3 യുദ്ധക്കപ്പലുകളും എബ്രഹാം ലിങ്കണൊപ്പമുണ്ട്. US-ഇറാൻ ബന്ധം അത്യന്തം വഷളായിരിക്കുന്ന പശ്ചാത്തലത്തിലാണ് പശ്ചിമേഷ്യയിലേക്കുള്ള US യുദ്ധക്കപ്പലുകളുടെ വരവ് എന്നത് ഏറെ ശ്രദ്ധേയമാണ്. കപ്പലുകൾ എത്തുന്നതോടെ പ്രദേശത്ത് US സംഘങ്ങളുടെ എണ്ണവും വർദ്ധിക്കും. അതേസമയം പ്രാദേശിക സുരക്ഷയും സ്ഥിരതയും പ്രോത്സാഹിപ്പിക്കുന്നതിന്റെ ഭാഗമായാണ് വിമാനവാഹിനി കപ്പലിനെയും യുദ്ധക്കപ്പലുകളെയും പ്രദേശത്ത് വിന്യസിച്ചിരിക്കുന്നത് എന്നാണ് US സെൻട്രൽ കമാൻഡിന്റെ പ്രതികരണം. നിമിറ്റ്സ് ക്ലാസിൽ ഉൾപ്പെട്ടതും ആണവോർജ്ജത്തിൽ പ്രവർത്തിക്കുന്നതുമായ വിമാനവാഹിനി കപ്പലാണ് USS എബ്രഹാം ലിങ്കൺ. കാരിയർ സ്ട്രൈക്ക് ഗ്രൂപ്പ് 3-ലെ പ്രധാന യുദ്ധക്കപ്പലും ഇതാണ്. ജനുവരി 19-ന് മലാക്ക കടലിടുക്കിലൂടെയാണ് ഇത് കടന്നുപോയത്. USS ഫ്രാങ്ക് E. പീറ്റേഴ്സ് ജൂനിയർ, USS പ്രൂവാൻസ്, USS മൈക്കിൾ മർഫി എന്നീ യുദ്ധക്കപ്പലുകളാണ് ആ സമയത്ത് എബ്രഹാം ലിങ്കണ് സുരക്ഷ നൽകി ഒപ്പം നീങ്ങിയത്. കഴിഞ്ഞ ഒക്ടോബർ മുതൽ ഇങ്ങോട്ട് US-ന്റെ വിമാനവാഹിനി കപ്പൽ പശ്ചിമേഷ്യയിലേക്ക് എത്തിയിട്ടില്ല. ഭരണകൂട വിരുദ്ധ പ്രക്ഷോഭത്തിന് പിടിയിലായവരെ കൂട്ടത്തോടെ വധശിക്ഷയ്ക്ക് വിധേയരാക്കുന്ന പക്ഷം ഇറാനെതിരെ സൈനിക നടപടി കൈക്കൊള്ളുമെന്ന് നേരത്തെ ട്രംപ് ഭീഷണി മുഴക്കിയിരുന്നു. US-ന്റെ സൈനിക പിന്തുണ ഇല്ലാതെ യൂറോപ്പിന് സ്വന്തം നിലയ്ക്കുള്ള പ്രതിരോധം സാധ്യമല്ല എന്ന് നാറ്റോ സെക്രട്ടറി ജനറൽ മാർക്ക് റൂട്ടെ. ഇനി യൂറോപ്പിന് അങ്ങനെ ചെയ്യണമെങ്കിൽ സൈനിക ആവശ്യങ്ങൾക്കായി ഇപ്പോൾ മാറ്റിവെച്ചിരിക്കുന്നതിന്റെ ഇരട്ടി തുക ചെലവാക്കേണ്ടി വരുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. യൂറോപ്യൻ യൂണിയൻ അല്ലെങ്കിൽ യൂറോപ്പിന് ആകമാനം US-ന്റെ സഹായമില്ലാതെ സ്വയം പ്രതിരോധം സാധ്യമാകുമെന്ന് ആരെങ്കിലും കരുതിയാൽ സ്വപ്നം കണ്ടോളൂ, നിങ്ങൾക്കത് കഴിയില്ല എന്ന് ബ്രസൽസിൽ യൂറോപ്യൻ യൂണിയൻ നിയമനിർമ്മാതാക്കളുടെ യോഗത്തിൽ റൂട്ടെ പറഞ്ഞു. യൂറോപ്പും US-ഉം പരസ്പരം ആവശ്യമുള്ളവരാണെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. ഗ്രീൻലൻഡിനെ അമേരിക്കയോട് കൂട്ടിച്ചേർക്കുമെന്ന US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ ഭീഷണിക്ക് പിന്നാലെ സമീപകാലത്ത് നാറ്റോയ്ക്കുള്ളിൽ കടുത്ത ആശങ്കകളാണ് ഉരുത്തിരിയുന്നത്. 32 അംഗരാജ്യങ്ങളുള്ള സൈനിക കൂട്ടായ്മയാണ് നാറ്റോ. കൂട്ടായ്മയിൽ ഏതെങ്കിലും ഒരു രാജ്യത്തിന്റെ പ്രദേശത്തിന് ഭീഷണി ഉയരുന്ന പക്ഷം മറ്റ് രാജ്യങ്ങളെല്ലാവരും ആ സഖ്യകക്ഷിയെ പിന്തുണയ്ക്കാൻ ബാധ്യസ്ഥരാണ്. ദക്ഷിണ കൊറിയൻ ഉൽപ്പന്നങ്ങളുടെ തീരുവ ഉയർത്തുമെന്ന പ്രഖ്യാപനവുമായി US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് തിങ്കളാഴ്ച ട്രൂത്ത് സോഷ്യലിൽ പങ്കുവച്ച കുറിപ്പിലാണ് ട്രംപ് ഇക്കാര്യം വ്യക്തമാക്കിയത്. US-ഉമായി നേരത്തെ ഉണ്ടാക്കിയ വ്യാപാര ഉടമ്പടി ദക്ഷിണ കൊറിയ പാലിക്കാത്തതിനെ തുടർന്നാണ് തീരുമാനമെന്നാണ് ട്രംപ് അറിയിച്ചിരിക്കുന്നത്. വാഹനങ്ങൾ, തടി ഉൾപ്പെടെയുള്ള ഉൽപ്പന്നങ്ങൾ, ഫാർമസ്യൂട്ടിക്കൽ ഉൽപ്പന്നങ്ങൾ തുടങ്ങിയവയുടെ തീരുവ 15% നിന്ന് 25%ലേക്കാണ് ഉയർത്തിയത്. മാസങ്ങൾ നീണ്ട ചർച്ചകൾക്കൊടുവിൽ US-ഉം ദക്ഷിണ കൊറിയയും തമ്മിൽ ഒരു വ്യാപാര സുരക്ഷാ കരാറിൽ ഏർപ്പെട്ടതിന് മാസങ്ങൾക്കു ശേഷമാണ് ട്രംപിന്റെ നടപടി. കഴിഞ്ഞ ഒക്ടോബറിൽ ദക്ഷിണ കൊറിയൻ പ്രസിഡന്റ് ലീ ജെ മ്യൂങ്ങുമായുള്ള കൂടിക്കാഴ്ചയിലാണ് വ്യാപാര കരാറുമായി ബന്ധപ്പെട്ട തീരുമാനമുണ്ടായത്. ദക്ഷിണ കൊറിയയുടെ നിക്ഷേപ വാഗ്ദാനങ്ങൾക്കൊപ്പം അമേരിക്കയുടെ തീരുവ വെട്ടിക്കുറയ്ക്കലുകളും ഉൾപ്പെടുത്തിയതിനു ശേഷമാണ് കരാർ അന്തിമമാക്കിയത്. അന്നത്തെ കരാർ പ്രകാരം വാഹനങ്ങൾ, കാർ ഭാഗങ്ങൾ, ഫാർമസ്യൂട്ടിക്കൽസ് എന്നിവ ഉൾപ്പെടെ ദക്ഷിണ കൊറിയൻ ഉൽപ്പന്നങ്ങൾക്ക് 15% തീരുവയാണ് തീരുമാനിച്ചിരുന്നത്. ദക്ഷിണ കൊറിയൻ കാറുകൾക്കുള്ള US തീരുവ 25%-ൽ നിന്ന് കുറച്ചതായിരുന്നു കരാറിലെ നിർണായക തീരുമാനം. ദക്ഷിണ കൊറിയയുടെ അമേരിക്കയിലേക്കുള്ള കയറ്റുമതിയുടെ 27%-വും ഓട്ടോമൊബൈൽ വ്യവസായവുമായി ബന്ധപ്പെട്ടതാണ്. രാജ്യത്തിന്റെ കാർ കയറ്റുമതിയുടെ പകുതിയോളം വരും ഇത്. തീരുവ ഉയർത്താനുള്ള നീക്കം ദക്ഷിണ കൊറിയയ്ക്ക് കനത്ത തിരിച്ചടിയാകും. ജപ്പാൻ, യൂറോപ്യൻ യൂണിയൻ എന്നിവിടങ്ങളിൽ നിന്ന് US-ലേക്കുള്ള വാഹന കയറ്റുമതിക്ക് 15% മാത്രമാണ് US തീരുവ ചുമത്തിയിരിക്കുന്നത്. ഇനി പൗണ്ട്, യൂറോ, ഡോളർ, രൂപ ഇന്നത്തെ വിനിമയ നിരക്ക്. ഒരു പൗണ്ട് 125.64 ഇന്ത്യൻ രൂപ, ഒരു പൗണ്ട് 1.15 യൂറോ, ഒരു US ഡോളർ 91.83 ഇന്ത്യൻ രൂപ, ഒരു യൂറോ 109.02 ഇന്ത്യൻ രൂപ, ഒരു പൗണ്ട് 1.37 US ഡോളർ, ഒരു കനേഡിയൻ ഡോളർ 66.86 ഇന്ത്യൻ രൂപ. ഇനി ഒരു ഇടവേളയ്ക്ക് ശേഷം നാഷണൽ ന്യൂസ്. നമസ്കാരം, നാഷണൽ ന്യൂസിലേക്ക് സ്വാഗതം. ഇന്ത്യ യൂറോപ്യൻ യൂണിയൻ വ്യാപാര കരാറിൽ ഇരു കക്ഷികളും ഒപ്പിട്ടു. മദർ ഓഫ് ഓൾ ഡീൽസ് എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന കരാർ എണ്ണ, വാതക മേഖലയ്ക്ക് വൻ നേട്ടമുണ്ടാക്കുമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറഞ്ഞു.
ആഗോള GDP-യുടെ 25% ആഗോള വ്യാപാരത്തിന്റെ 1/3 ഈ കരാർ പ്രതിനിധാനം ചെയ്യുന്നതെന്നും മോദി. പ്രതിരോധ രംഗത്തെ തന്ത്രപരമായ സഹകരണമാണ് ഇന്ത്യയും യൂറോപ്യൻ യൂണിയനും ലക്ഷ്യമിടുന്നത്. 27 രാജ്യങ്ങൾ അടങ്ങുന്നതാണ് യൂറോപ്യൻ യൂണിയൻ. കരാർ ഇന്ത്യയുടെ 1.4 ബില്യൺ ജനങ്ങൾക്കും യൂറോപ്പിലെ കോടിക്കണക്കിന് ആളുകൾക്കും വലിയ അവസരങ്ങൾ നൽകുമെന്നും ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഇത് വസ്ത്രം, രത്നങ്ങൾ, ആഭരണങ്ങൾ, തുകലുൽപ്പന്നങ്ങൾ തുടങ്ങിയ മേഖലകളെ ശക്തിപ്പെടുത്തുമെന്നും മോദി പറഞ്ഞു. കരാറിൽ അന്തിമ ധാരണയായത് തിങ്കളാഴ്ച രാത്രി വാണിജ്യ സെക്രട്ടറി രാജേഷ് അഗർവാൾ പ്രഖ്യാപനം നടത്തിയിരുന്നു. ടെക്സ്റ്റൈൽസ്, ലെതർ തുടങ്ങിയ മേഖലകളിൽ വലിയ തോതിൽ നികുതി കുറയും. വിദേശ കാറുകളുടെ അടക്കം ഇറക്കുമതി തീരുവയും കുറയും. ആഗോള വ്യാപാരത്തിന്റെ 1/3 ഈ കരാർ പ്രതിനിധാനം ചെയ്യുന്നത്. അതുകൊണ്ടാണ് ഇതിന് ലോകത്തെ ഏറ്റവും വലിയ വ്യാപാര കരാർ എന്ന വിശേഷണം ഇതിന് യൂറോപ്യൻ യൂണിയൻ കമ്മീഷൻ പ്രസിഡന്റും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും നൽകിയിരിക്കുന്നത്. കരാർ പ്രകാരം ഇന്ത്യക്ക് പുതിയ കമ്പോളങ്ങൾ ലഭിക്കും. US ഏർപ്പെടുത്തിയ വലിയ ഉപരോധം ഒരു ഭാഗത്ത് നിലനിൽക്കുമ്പോഴാണ് ഇന്ത്യ യൂറോപ്യൻ യൂണിയൻ വഴി ലോകത്തെ 27 രാജ്യങ്ങളിലെ കമ്പോളങ്ങൾ ലഭിക്കാൻ പോകുന്നത്. രാഹുൽ ഗാന്ധിയെ ഭീരു എന്നും അരക്ഷിതനായ രാഷ്ട്രീയക്കാരൻ എന്നും വിളിച്ചതിനു പിന്നാലെ തന്റെ ജീവന് ഭീഷണിയുണ്ടെന്ന് മുൻ കോൺഗ്രസ് MP ഷക്കീൽ അഹമ്മദ്. ചൊവ്വാഴ്ച പട്നയിലും മധുബാനിയിലുമുള്ള തന്റെ വസതികളിൽ ആക്രമണം നടത്താൻ കോൺഗ്രസ് പാർട്ടിയുടെ ദേശീയ നേതൃത്വം ഉത്തരവിട്ടതായി കോൺഗ്രസ് സഹപ്രവർത്തകൻ തന്നെ രഹസ്യമായി അറിയിച്ചുവെന്നാണ് ഷക്കീൽ പറയുന്നത്. എക്സിൽ പങ്കുവച്ച കുറിപ്പിലാണ് അദ്ദേഹം തന്റെ ആശങ്ക പങ്കുവച്ചത്. രാഹുൽ ഗാന്ധിക്കെതിരെ സംസാരിച്ചതിന് തന്റെ കോലം കത്തിക്കാൻ ഒരാൾ മറ്റു ഗ്രൂപ്പിൽ അംഗങ്ങളോട് ആവശ്യപ്പെട്ട വാട്സ്ആപ്പ് ഗ്രൂപ്പ് ചാറ്റിന്റെ സ്ക്രീൻഷോട്ടും അദ്ദേഹം പങ്കുവച്ചിട്ടുണ്ട്. 3 തവണ MLA-യും ബീഹാറിൽ നിന്ന് 2 തവണ MP-യുമായ നേതാവാണ് ഷക്കീൽ അഹമ്മദ്. മുൻ കേന്ദ്രമന്ത്രിയും കോൺഗ്രസ് ജനറൽ സെക്രട്ടറിയുമായ ഷക്കീൽ കഴിഞ്ഞ ശനിയാഴ്ചയാണ് രാഹുൽ ഗാന്ധിയെ ഭീരുവെന്ന് വിളിക്കുകയും പാർട്ടിയിൽ തന്നെ വാഴ്ത്തുന്ന യുവ നേതാക്കളെ മാത്രമേ രാഹുൽ പ്രോത്സാഹിപ്പിക്കുന്നുള്ളൂ എന്ന് ആരോപിക്കുകയും ചെയ്തത്. 2025-ലെ ബീഹാർ നിയമസഭാ തെരഞ്ഞെടുപ്പിന് ശേഷം കോൺഗ്രസ് വിട്ട ഷക്കീൽ ലോക്സഭാ പ്രതിപക്ഷ നേതാവായ രാഹുൽ പൊതുസമൂഹത്തിൽ സ്ഥാനം പിടിച്ച മുതിർന്ന നേതാക്കളുടെ സാന്നിധ്യത്തിൽ അസ്വസ്ഥനാവാറുണ്ട് എന്നും ചൂണ്ടിക്കാട്ടി. രാഹുലിനെ സ്വേച്ഛാധിപത്യവാദി എന്നും ജനാധിപത്യ വിരുദ്ധനെന്നും വിളിച്ച ഷക്കീൽ അദ്ദേഹം കോൺഗ്രസിലെ മുതിർന്ന സഹപ്രവർത്തകരെ ശ്രദ്ധിക്കുന്നില്ല എന്നും ആരോപിച്ചു. കോൺഗ്രസ് പ്രസിഡന്റായിരിക്കെ ഉത്തർപ്രദേശിലെ അമേഠി സീറ്റിൽ നിന്ന് തോറ്റതിന്റെ പേരിൽ രാഹുലിനെ ഷക്കീൽ വിമർശിച്ചിരുന്നു. രാഹുലിന്റെ മനോഭാവം കാരണമാണ് അദ്ദേഹത്തിന്റെ പൂർവികരും കുടുംബവും സ്ഥിരമായി ജയിച്ചിരുന്ന സീറ്റ് പോലും നേടാൻ അദ്ദേഹത്തിന് സാധിക്കാതിരുന്നതെന്നായിരുന്നു വിമർശനം. രാഷ്ട്രപതി ഭവനിൽ നടന്ന റിപ്പബ്ലിക് ദിന ചടങ്ങിൽ രാഹുൽ ഗാന്ധിയുടെ വസ്ത്രധാരണത്തെ ചൊല്ലി വിവാദം. വടക്കുകിഴക്കൻ സംസ്ഥാനങ്ങളുടെ പരമ്പരാഗത ഷാൾ ധരിക്കാൻ രാഹുൽ കൂട്ടാക്കിയില്ല എന്ന് BJP ആരോപിച്ചു. ഇത് നിന്ദ്യവും തികഞ്ഞ വിവേചനവുമാണ് എന്ന് BJP ആരോപിച്ചു. പ്രസിഡന്റ് ദ്രൗപദി മുർമു 2 തവണ ഓർമ്മിപ്പിച്ചിട്ടും രാഹുൽ പട്ക ധരിച്ചില്ല എന്നാണ് BJPയുടെ ഇൻഫർമേഷൻ ആൻഡ് ടെക്നോളജി വിഭാഗം മേധാവി അമിത് മാളവ്യ എക്സിൽ ചൂണ്ടിക്കാട്ടിയത്. പ്രധാനമന്ത്രി, യൂറോപ്യൻ യൂണിയൻ നേതാക്കൾ, വിദേശ പ്രതിനിധികൾ ഉൾപ്പെടെ ഡ്രസ് കോഡ് പാലിച്ചപ്പോഴാണ് രാഹുൽ ഗാന്ധിയുടെ വിട്ടുനിൽക്കലെന്ന് മാളവ്യ ട്വീറ്റ് ചെയ്തു. പട്ക ധരിക്കാതെ രാഹുൽ ഗാന്ധിയുടെ ചിത്രം പങ്കുവച്ചുകൊണ്ടാണ് മാളവ്യയുടെ വിമർശനം. അസം മുഖ്യമന്ത്രി ഹിമന്ത ബിശ്വ ശർമ്മയും രാഹുലിനെതിരെ രൂക്ഷമായി പ്രതികരിച്ചു. വടക്കുകിഴക്കൻ പ്രദേശത്തോടുള്ള തുടർച്ചയായ വിവേചനം കാരണം സമീപ വർഷങ്ങളിൽ കോൺഗ്രസിന് ഈ മേഖലയിൽ കാര്യമായ സ്വാധീന നഷ്ടമുണ്ടായിട്ടുണ്ടെന്ന് അദ്ദേഹം പറഞ്ഞു. പ്രധാനമന്ത്രി മോദി മുതൽ വിദേശ പ്രതിനിധികൾ വരെ എല്ലാവരും പട്ക ധരിച്ചപ്പോൾ രാഹുൽ മാത്രം വിട്ടുനിന്നത് എന്തുകൊണ്ടാണെന്നും അദ്ദേഹം ചോദിച്ചു. ചടങ്ങിൽ കേന്ദ്ര പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗും പട്ക ധരിച്ചില്ല എന്ന് ചൂണ്ടിക്കാട്ടിയാണ് കോൺഗ്രസ് ഇതിനെ പ്രതിരോധിച്ചത്. ഇത് വ്യക്തമാക്കുന്ന ചിത്രം പാർട്ടി സാമൂഹ്യ മാധ്യമ പോസ്റ്റിൽ പങ്കുവച്ചു. ഹിമന്ത ബിശ്വ ശർമ്മ രാജ്നാഥ് സിംഗിനോടും ക്ഷമാപണം ആവശ്യപ്പെടുമോ എന്നും കോൺഗ്രസ് ചോദിച്ചു. ശബരിമല സ്വർണ്ണക്കൊള്ളക്കേസിൽ മുൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് PS പ്രശാന്തിനെ ചോദ്യം ചെയ്ത് SIT. ഈ മാസം 24-നാണ് മൊഴി രേഖപ്പെടുത്തിയത്. 2ാം തവണയാണ് PS പ്രശാന്തിനെ ചോദ്യം ചെയ്യുന്നത്. കടകംപള്ളി സുരേന്ദ്രനെ ചോദ്യം ചെയ്തതിനു പിന്നാലെ PS പ്രശാന്തിനെയും ചോദ്യം ചെയ്യലിനായി വിളിച്ചിരുന്നു. ചില രേഖകളുമായി എത്താൻ ആവശ്യപ്പെട്ടിരുന്നു. എന്നാൽ അന്ന് ചില സാങ്കേതിക കാരണങ്ങളാൽ മാറ്റിവെക്കുകയായിരുന്നു. തുടർന്ന് കഴിഞ്ഞ 24-ാം തീയതി SIT ഓഫീസിൽ വെച്ചാണ് PS പ്രശാന്തിനെ ചോദ്യം ചെയ്തത്. അതേസമയം ശബരിമല സ്വർണ്ണക്കൊള്ളക്കേസിൽ ദേവസ്വം ബോർഡ് മുൻ പ്രസിഡന്റ് A. പത്മകുമാറിന്റെ റിമാൻഡ് വീണ്ടും നീട്ടി. 14 ദിവസത്തേക്കാണ് കൊല്ലം വിജിലൻസ് കോടതി റിമാൻഡ് ചെയ്തത്. ഫെബ്രുവരി 10-ന് വീണ്ടും ഹാജരാക്കും. റിമാൻഡ് 90 ദിവസം പൂർത്തിയാകുന്നതോടെ സ്വാഭാവിക ജാമ്യത്തിന് അപേക്ഷ സമർപ്പിക്കാനാണ് എന്നാൽ പ്രതിഭാഗത്തിന്റെ നീക്കം. കോഴിക്കോട് സ്വദേശി ദീപക് ജീവനൊടുക്കിയതിൽ ആത്മഹത്യാ പ്രേരണ കുറ്റം ചുമത്തപ്പെട്ട് റിമാൻഡിൽ കഴിയുന്ന ഷിംജിത മുസ്തഫയുടെ ജാമ്യാപേക്ഷ തള്ളി കോടതി. ഷിംജിത റിമാൻഡിൽ തുടരും. കുന്ദമംഗലം 1-ാം ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയാണ് ജാമ്യാപേക്ഷ തള്ളിയത്. ജാമ്യം നൽകിയാൽ പ്രതി സാക്ഷികളെ സ്വാധീനിക്കുമെന്ന് കാട്ടി പോലീസ് കോടതിയിൽ റിപ്പോർട്ട് നൽകിയിരുന്നു. സമൂഹ വിചാരണ നടത്തണമെന്ന ദുരുദ്ദേശത്തോടെയാണ് ഷിംജിത വീഡിയോ ചിത്രീകരിച്ച് പ്രചരിപ്പിച്ചതെന്നും ഇതിൽ ബലം നൊന്താണ് ദീപക് ജീവൻ ഒടുക്കിയതെന്നുമാണ് പ്രോസിക്യൂഷൻ വാദിച്ചത്. ദീപകിന് ഷിംജിതയ്ക്ക് മുൻ പരിചയമില്ല എന്നും ആത്മഹത്യാ പ്രേരണാ കുറ്റം നിലനിൽക്കില്ല എന്നുമാണ് വാദം പ്രതിഭാഗം കോടതിയിൽ ഉന്നയിച്ചത്. ഈ മാസം 16-നായിരുന്നു സ്വകാര്യ ബസിൽ കേസിനാസ്പദമായ വീഡിയോ ചിത്രീകരിച്ച ശേഷം ഷിംജിത അത് ഇൻസ്റ്റഗ്രാമിൽ പോസ്റ്റ് ചെയ്തത്. തൊട്ടടുത്ത ദിവസം ദീപക് ജീവൻ ഒടുക്കുകയായിരുന്നു. പയ്യന്നൂർ ധനരാജ് രക്തസാക്ഷി ഫണ്ട് തട്ടിപ്പ് കേസിൽ പ്രതിപക്ഷത്തിന്റെ അടിയന്തര പ്രമേയ നോട്ടീസ് റദ്ദാക്കിയ സ്പീക്കറുടെ നടപടിയടക്കം രൂക്ഷ ഭാഷയിൽ വിമർശിച്ച് പ്രതിപക്ഷ നേതാവ് VD സതീശൻ. ഏത് വകുപ്പ് അനുസരിച്ചാണ് സ്പീക്കറുടെ നടപടിയെന്ന ചോദ്യം ഉയർത്തിയ സതീശൻ ഫണ്ട് വെട്ടിപ്പിൽ CPM പ്രതിരോധത്തിലാണെന്നും മറുപടിയില്ലാത്തതിനാൽ മുഖ്യമന്ത്രിയെ രക്ഷിക്കാനാണ് സ്പീക്കർ ശ്രമിച്ചതെന്നും ചൂണ്ടിക്കാട്ടി.
CPM പ്രതിരോധത്തിലാകുന്ന വിഷയത്തിൽ സഭയിൽ സ്പീക്കർ ചർച്ച നിഷേധിക്കുന്നു. CPM പ്രതിരോധത്തിലാകുന്ന വിഷയത്തിൽ സഭയിൽ ചർച്ച വേണ്ട എന്നാണ് സ്പീക്കർ നിലപാട്. മുഖ്യമന്ത്രിക്ക് ഇതിൽ മറുപടി പറയാൻ കഴിയില്ല. CPM പ്രതിരോധത്തിലാണ്. മറുപടി ഇല്ലാത്തതിനാൽ മുഖ്യമന്ത്രിയെ രക്ഷിക്കാനാണ് സ്പീക്കർ അനുമതി നിഷേധിച്ചത്. സ്പീക്കർ കാണിച്ചത് അനീതിയാണ്. രക്തസാക്ഷി ഫണ്ട് കൊള്ളയിൽ കേസെടുക്കണം. വിവരം പുറത്തുവിട്ട വി കുഞ്ഞികൃഷ്ണന് സംരക്ഷണം നൽകണമെന്നും സതീശൻ ആവശ്യപ്പെട്ടു. ICCക്കെതിരായ പ്രതിഷേധത്തിന്റെ ഭാഗമായി ഇന്ത്യക്കെതിരായ 2020 ലോകകപ്പ് മത്സരം ബഹിഷ്കരിക്കാൻ പാകിസ്ഥാൻ ഒരുങ്ങുന്നതായി റിപ്പോർട്ട്. ഇന്ത്യയിൽ നിന്ന് മത്സരങ്ങൾ മാറ്റണമെന്ന ബംഗ്ലാദേശിന്റെ അഭ്യർത്ഥന അംഗീകരിക്കാത്തതും അതുവഴി ബംഗ്ലാദേശിന് ടൂർണമെന്റിൽ നിന്ന് പിന്മാറേണ്ടി വന്ന സാഹചര്യവും പാകിസ്ഥാനെ ചൊടിപ്പിച്ചിരുന്നു. ബംഗ്ലാദേശിനോട് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ച് പാകിസ്ഥാൻ നടത്തിയ ബഹിഷ്കരണ ഭീഷണിക്കെതിരെ ICC കടുത്ത നടപടി ഉണ്ടാകുമെന്ന മുന്നറിയിപ്പ് നൽകിയതും പാകിസ്ഥാനെ അസ്വസ്ഥരാക്കിയിട്ടുണ്ട്. ഇതോടെയാണ് ICCയോടുള്ള പ്രതിഷേധം എന്നതുമായി ബന്ധപ്പെട്ട് ഇന്ത്യക്കെതിരായ മത്സരം ബഹിഷ്കരിക്കാൻ പാകിസ്ഥാൻ ഒരുങ്ങുന്നതെന്നാണ് റിപ്പോർട്ട്. ഫെബ്രുവരി 15-ന് ശ്രീലങ്കയിലെ കൊളംബോയിൽ നടക്കാനിരിക്കുന്ന ഇന്ത്യക്കെതിരായ ഗ്രൂപ്പ് ഘട്ട മത്സരം ബഹിഷ്കരിക്കാനാണ് പാകിസ്ഥാന്റെ ആലോചന. ഇന്ത്യയുമായുള്ള മത്സരം പാകിസ്ഥാന്റെ ബഹിഷ്കരിച്ചാൽ എതിരാളിയായ ഇന്ത്യക്ക് 2 പോയിന്റ് ലഭിക്കും. എന്നാൽ ഇത് പാകിസ്ഥാൻ ക്രിക്കറ്റ് ബോർഡിന് ഗണ്യമായ സാമ്പത്തിക നഷ്ടത്തിന് കാരണമാകുമെന്നും വിലയിരുത്തലുണ്ട്. നേരത്തെ പാകിസ്ഥാൻ ആഭ്യന്തര മന്ത്രി കൂടിയായ PCB ചെയർമാൻ മൊഹ്സിൻ നഖ്വിയുടെ പ്രഖ്യാപനപരമായ പരാമർശങ്ങളും ബംഗ്ലാദേശിനോട് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ച് നടത്തിയ ബഹിഷ്കരണ നടപടികളുമാണ് ICCയെ ചൊടിപ്പിച്ചത്. ടൂർണമെന്റിൽ പങ്കെടുക്കണമോ എന്ന കാര്യത്തിൽ പാകിസ്ഥാൻ സർക്കാരുമായി ചർച്ച ചെയ്ത ശേഷം മാത്രമേ തീരുമാനമെടുക്കൂ എന്നായിരുന്നു PCB ചെയർമാൻ മൊഹ്സിൻ നഖ്വിയുടെ വാക്കുകൾ. ബംഗ്ലാദേശിന്റെ പിന്മാറ്റവുമായി ബന്ധപ്പെട്ട ICC സ്വീകരിച്ച നടപടികളെ നഖ്വി ശക്തമായി വിമർശിക്കുകയും ചെയ്തിരുന്നു. ICC കാണിച്ചത് ഇരട്ടത്താപ്പാണെന്ന് ആരോപിച്ച അദ്ദേഹം രാജ്യത്തിന്റെ താൽപര്യങ്ങൾ പരിഗണിച്ചായിരിക്കും മുന്നോട്ട് പോവുകയെന്നും വ്യക്തമാക്കിയിരുന്നു. സർക്കാരിന്റെ നിർദ്ദേശങ്ങൾ ലഭിച്ചതിനു ശേഷം മാത്രമേ ലോകകപ്പിൽ കളിക്കണോ വേണ്ടയോ എന്ന കാര്യത്തിൽ വ്യക്തത ഉണ്ടാവൂ എന്നുമായിരുന്നു അദ്ദേഹത്തിന്റെ വാക്കുകൾ. എന്നാൽ ഇതിനു പിന്നാലെ ലോകകപ്പിൽ നിന്ന് പിന്മാറാനാണ് തീരുമാനമെങ്കിൽ കടുത്ത നടപടികൾ നേരിടേണ്ടി വരുമെന്ന് PCBക്ക് ICC അന്ത്യശാസനം നൽകിയിരുന്നു. ലോകകപ്പിൽ നിന്ന് പിന്മാറിയ ബംഗ്ലാദേശ് ക്രിക്കറ്റ് ബോർഡിന്റെ തീരുമാനവുമായി ഐക്യപ്പെട്ടതുൾപ്പെടെയുള്ള നഖ്വിയുടെ തീരുമാനത്തിൽ ICC അതൃപ്തി പ്രകടിപ്പിച്ചിരുന്നു. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. UK-യിൽ ടോറി പാർട്ടിയിൽ നിന്നുള്ള നേതാക്കളുടെ ചാട്ടം തലവേദനയാകുന്നു. ഭരണകക്ഷിയായ ലേബർ പാർട്ടിക്കും പ്രതിപക്ഷമായ കൺസർവേറ്റീവ് പാർട്ടിക്കും കടുത്ത വെല്ലുവിളി ഉയർത്തി റീഫോം UK പാർട്ടിയിലേക്ക് ടോറി പാർട്ടിയിൽ നിന്നുള്ള നേതാക്കളുടെ ചാട്ടം തുടരുന്നു. ഏറ്റവും ഒടുവിലായി പാർട്ടി മാറിയത് സുവല്ല ബ്രാവൻമാൻ. ബ്രാവൻമാനെ നിഖൽ ഫരാജ് സ്വന്തം പാർട്ടിയിൽ എത്തിച്ചത് നാടകീയമായി. കൺസർവേറ്റീവ് പാർട്ടിയിൽ നിന്നും റിഫോം UK-യിലേക്ക് എത്തിയവരിൽ ആൻഡ്രൂ റോസിൻഡലും. UK-യിൽ 1 മില്യണോളം വീടുകളുടെ പ്രതിമാസ മോർട്ട്ഗേജ് തിരച്ചിടവുകളിൽ വർധന അനുഭവപ്പെടാൻ കാരണം വില കുറഞ്ഞ ഫിക്സഡ് റേറ്റ് ഡീലുകൾ അവസാനിക്കുന്നതിനാൽ. ശരാശരി വിലയുള്ള വീടുകളുടെ പ്രതിമാസ തിരിച്ചടവിൽ 282 പൗണ്ടിന്റെ വർധന ഉണ്ടാകും. നിലവിലെ കൗൺസിൽ ടാക്സിന് പുറമെയാണ് ഈ വാർഷിക ചാർജ്. കുറഞ്ഞ വിലയുള്ള പ്രോപ്പർട്ടികളും സർചാർജിൽ പെടുമെന്ന് വാല്യുവേഷൻ ഓഫീസിന്റെ മുന്നറിയിപ്പ്. ബ്രിട്ടനിൽ പെൺഭ്രൂണഹത്യ നടത്തുന്ന ഇന്ത്യൻ വംശജരുടെ എണ്ണം ആശങ്കാജനകമായി ഉയരുന്നു. 2021 മുതൽ 2025 വരെയുള്ള കാലയളവിൽ നടന്നത് 100 കണക്കിന് പെൺഭ്രൂണഹത്യകൾ. ക്രൂരമായ ഈ പ്രവണതയ്ക്ക് പിന്നിൽ ആൺകുട്ടികളോടുള്ള സാമൂഹിക കുടുംബ സമ്മർദ്ദമെന്ന് വിദഗ്ധർ. 2 പെൺമക്കളുള്ള മാതാപിതാക്കൾ 3ാമത്തെ പെൺകുഞ്ഞിനെ ഗർഭഛിദ്രം ചെയ്യുന്നതായും റിപ്പോർട്ട്. US-ന്റെ വിമാനവാഹിനി കപ്പലും മറ്റു 3 യുദ്ധക്കപ്പലുകളും പശ്ചിമേഷ്യയിലെത്തി. പശ്ചിമേഷ്യയിലേക്കുള്ള US യുദ്ധക്കപ്പലുകളുടെ വരവ് US-ഇറാൻ ബന്ധം അത്യന്തം വഷളായിരിക്കുന്ന പശ്ചാത്തലത്തിൽ പ്രാദേശിക സുരക്ഷയും സ്ഥിരതയും ഉറപ്പാക്കാനാണ് യുദ്ധക്കപ്പലുകളെ പ്രദേശത്ത് വിന്യസിച്ചിരിക്കുന്നതെന്ന് US സെൻട്രൽ കമാൻഡിന്റെ വിശദീകരണം. പ്രദേശത്തെ US സംഘാംഗങ്ങളുടെ എണ്ണം വർദ്ധിച്ചു. US-ന്റെ സൈനിക പിന്തുണയില്ലാതെ യൂറോപ്പിന് സ്വന്തം നിലയ്ക്കുള്ള പ്രതിരോധം സാധ്യമല്ല എന്ന് നാറ്റോ. യൂറോപ്പിന് സ്വന്തം നിലയ്ക്കുള്ള പ്രതിരോധം തീർക്കാൻ ഇപ്പോൾ ചിലവഴിക്കുന്നതിന്റെ ഇരട്ടി തുക മുടക്കേണ്ടി വരുമെന്നും നാറ്റോ സെക്രട്ടറി ജനറൽ മാർക്ക് റൂട്ടെ. ഗ്രീൻലൻഡിനെ അമേരിക്കയോട് കൂട്ടിച്ചേർക്കുമെന്ന US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ ഭീഷണിക്ക് പിന്നാലെ നാറ്റോയ്ക്കുള്ളിൽ കടുത്ത ആശങ്കകൾ ഉയരുന്നു. മദർ ഓഫ് ഓൾ ഡീൽസ് വ്യാപാര കരാറിൽ ഒപ്പിട്ട് ഇന്ത്യയും യൂറോപ്യൻ യൂണിയനും. കരാർ എണ്ണവാതക മേഖലയ്ക്ക് വൻ നേട്ടം ഉണ്ടാക്കുമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ഇന്ത്യയും യൂറോപ്യൻ യൂണിയനും ലക്ഷ്യമിടുന്നത് പ്രതിരോധ രംഗത്ത് തന്ത്രപരമായ സഹകരണം. വിദേശ കാറുകളുടെ അടക്കം ഇറക്കുമതി തീരുവ കുറയും. കരാർ പ്രകാരം ഇന്ത്യക്ക് ലഭിക്കുന്നത് പുതിയ കമ്പോളങ്ങൾ. കോഴിക്കോട് സ്വദേശി ദീപക് ജീവനൊടുക്കിയതിൽ ആത്മഹത്യാ പ്രേരണ കുറ്റം ചുമത്തപ്പെട്ട് റിമാൻഡിൽ കഴിയുന്ന ഷിംജിത മുസ്തഫയുടെ ജാമ്യാപേക്ഷ തള്ളി. ജാമ്യാപേക്ഷ തള്ളിയത് കുന്ദമംഗലം 1ാം ക്ലാസ് മജിസ്ട്രേറ്റ് കോടതി. ജാമ്യം നിഷേധിച്ചത് ജാമ്യം നൽകിയാൽ പ്രതി സാക്ഷികളെ സ്വാധീനിക്കുമെന്ന് കാട്ടി. ഷിംജിത വീഡിയോ ചിത്രീകരിച്ച് പ്രചരിപ്പിച്ചതിൽ മനം നൊന്താണ് ദീപക് ജീവനൊടുക്കിയതെന്ന് പ്രോസിക്യൂഷൻ. ശബരിമല സ്വർണ്ണക്കൊള്ള കേസിൽ മുൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് PS പ്രശാന്തിനെ ചോദ്യം ചെയ്ത് SIT. മൊഴി രേഖപ്പെടുത്തിയത് ഈ മാസം 24-ന്. പ്രശാന്തിനെ ചോദ്യം ചെയ്യുന്നത് 2ാം തവണ. ശബരിമല സ്വർണ്ണക്കൊള്ള കേസിൽ ദേവസ്വം ബോർഡ് മുൻ പ്രസിഡന്റ് A പത്മകുമാറിന്റെ റിമാൻഡ് നീട്ടി. റിമാൻഡ് 90 ദിവസം പൂർത്തിയാകുന്നതോടെ സ്വാഭാവിക ജാമ്യത്തിന് അപേക്ഷ സമർപ്പിക്കാനുള്ള നീക്കവുമായി പ്രതിഭാഗം. ഈ ന്യൂസ് ബുള്ളറ്റിൻ അവസാനിച്ചു. നന്ദി.